ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് എൻ്റെ വീട്ടിലാണ്. നമ്മളിന്ന് രാവിലെ വന്നതായിരുന്നു ഇങ്ങോട്ട്. കിയാരയും കാക്കയും ഒന്നും എന്നെ വീഡിയോ എടുക്കാൻ സമ്മതിക്കില്ല എന്ന് തോന്നുന്നു. അപ്പോൾ ഇന്ന് എൻ്റെ ഒരു ഇളയമ്മൻ്റെ വീട് കൂടിയാണ്. അപ്പോൾ അതിന് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ രാവിലെ വന്നതായിരുന്നു ഇങ്ങോട്ടേക്ക്. അപ്പോൾ ഇവിടെ നിന്ന് പപ്പ, അമ്മ, അമ്മി എല്ലാവരും ഉണ്ട്. ഇവിടെ ഒരാളിതാ ഞാൻ റെഡിയാക്കി നിർത്തിയതായിരുന്നു. എന്നിട്ട് ഇവളിതാ ഫുള്ള് പൂവൊക്കെ എടുത്തുകൊണ്ട് കളിക്കുന്നുള്ളതാണ്. അപ്പോൾ അവിടെ പൂ ഇട്ടിട്ടുണ്ടായിരുന്നു അമ്മ തുളസീൻ്റെ അടുത്ത്. അപ്പോൾ അതെടുത്തിട്ട് എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. എൻ്റെ ഈ ഫേസിലുള്ള പിമ്പിള് കഴിഞ്ഞ 2 പ്രാവശ്യവും അതേ സ്ഥലത്ത് വരുമ്പോൾ ഞാൻ വിചാരിച്ചത് പീരിയഡ്സിൻ്റെ സമയത്ത് വന്നതായിരിക്കുന്നു. പക്ഷെ ഇപ്പോഴും വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ഈ പൊട്ടിട്ടതിന് എന്തോ അലർജി ആണെന്ന്, അറിയില്ല എന്താണെന്ന്, നോക്കണം. അപ്പോൾ ഇന്ന് ഞാൻ അമ്മീൻ്റെ പൊട്ടാണ് ഇട്ടത്. എൻ്റേത് ഇടാൻ എനിക്ക് പേടിയായി. ഇനി അത് എക്സ്പയറിയോ മറ്റും കഴിഞ്ഞിട്ടുണ്ടെങ്കിലോ. എന്താ ഇപ്പോഴത്തെ ക്ലൈമറ്റ് ഒന്നും തീരെ ശരിയില്ല, ഭയങ്കര ചൂടാണ്. പിന്നെ ഇവിടെ എനിക്ക് കൂടുതൽ ചൂടാണ്. നമ്മളവിടെ വെച്ച് നോക്കുമ്പോൾ ഇവിടെ ഭയങ്കര ചൂടാണ് രാത്രി സമയങ്ങളിലും ഇപ്പോഴും. കിയാര അമ്മ ഇത് ഹാഫ് സാരി ഒക്കെ എടുത്തിട്ടുണ്ട്. പപ്പ അപ്പോൾ നമ്മൾ ഓട്ടോയിലാണ് പോകുന്നുള്ളത്. മായിപ്പാടി എന്ന് പറയുന്ന സ്ഥലത്താണ് വീട് കൂടി ഉള്ളത്. അപ്പം നമ്മൾ ഓട്ടോയിലാണുള്ളത്. ഇപ്പോൾ കിയാരയ്ക്ക് ഇതാ ബോ ഒക്കെ വെച്ചിട്ടുണ്ട്. പക്ഷെ അത് ആൾ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, വെക്കാൻ വിട്ടിട്ടില്ല. പിന്നെ നമ്മൾ അവിടെ എത്തി. അപ്പോൾ കിയാര പപ്പൻ്റെ കയ്യിലായിരുന്നു. പിന്നെ ഇതാ മാമനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ദേവുൻ്റെ അവർക്കൊക്കെ ഫുൾ ഡ്യൂട്ടി ആയിരുന്നു, ദേവുനും ഷിഗുനും പാറുവിനും ഒക്കെ. അപ്പോൾ അവല് തരുന്നുള്ളതാണ്. അപ്പോൾ ഗണപതി ഹോമം ഉണ്ടായിരുന്നു രാവിലെ. അപ്പോൾ അതിൻ്റെ പ്രസാദമാണ് അവല്. പിന്നെ പാല് കാച്ചലിൻ്റെ സമയത്ത് ഉണ്ടായ ആ പാലും നമുക്കിങ്ങനെ കുടിക്കാൻ തരും. പിന്നെ ഈ ഒരു സംഭവം ഏകദേശം എല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നു. മുത്തപ്പൻ തെയ്യത്തിൻ്റെ പ്രസാദമാണ്. പരശ്ശിനിയിൽ പോയാലും നമുക്കിത് കിട്ടാറുണ്ട്. അപ്പോൾ ഇന്നിവിടെ മുത്തപ്പൻ തെയ്യം ഉണ്ട്. അപ്പോൾ അതിൻ്റെ പ്രസാദമാണ്. പിന്നെ ഒരു അടിപൊളി ഡ്രിങ്കും ഉണ്ടായിരുന്നു, നല്ല കട്ട് ഫ്രൂട്ട്സ് ഒക്കെ ആയിട്ടുള്ള ഒരു അടിപൊളി ജ്യൂസ്. അപ്പോൾ കിയാരയ്ക്ക് അമ്മ അത് കൊടുക്കുന്നുണ്ടായതായിരുന്നു. പത്മസരോവരം എന്നാണ് വീടിൻ്റെ പേര്. അപ്പോൾ വീടിൻ്റെ ഉള്ളൊന്ന് ജസ്റ്റ് കാണിച്ചു തരാം. ഞാൻ വിചാരിച്ചു നമ്മൾ വരുമ്പോഴത്തേക്കും മുത്തപ്പൻ തെയ്യം തുടങ്ങിയിട്ടുണ്ടാവുന്നു. പക്ഷെ തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ഇവിടെ ഒരാളിതാ അവല് കഴിക്കുന്നുണ്ട്. ഗ്ലാസ്സിൽ അവലിട്ട് കൊടുത്തതായിരുന്നു, അത് കഴിക്കുന്നതാണ്.
അപ്പോൾ നമ്മൾ തൊഴുകയൊക്കെ ചെയ്തു, എല്ലാവരും തൊഴുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇന്നും മുത്തപ്പൻ കിയാരനെ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇവളാണെങ്കിൽ കരച്ചിൽ തന്നെയായിരുന്നു മുത്തപ്പനെ കാണുമ്പോൾ. അടുത്തുനിന്ന് കാണുമ്പോൾ ഭയങ്കര കരച്ചിലാണ്. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ വന്നതാണ്. കിയാരയ്ക്കും അമ്മ ചോറെടുത്തു. പിന്നെ ഞാൻ ബിരിയാണി ആയിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ബിരിയാണി. പിന്നെ ചിക്കൻ ഫ്രൈയും ഉണ്ടായിരുന്നു. നമ്മളെല്ലാവരും കഴിക്കുന്നുള്ളതാണ്. കിയരയ്ക്ക് ചിക്കൻ ഫ്രൈയും ചോറും സാമ്പാറും ഒക്കെ ആയിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. ദേവുൻ്റെ അവരൊക്കെ ഉണ്ട്, എല്ലാവരും കഴിക്കുന്നുണ്ട് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഫാൻ എവിടെയാണ് ഉള്ളതെന്ന് നോക്കിയിട്ട് ഇരുന്നിട്ടുള്ളതാണ് ഇവിടെ കാറ്റ് കൊള്ളാൻ വേണ്ടിയിട്ട്. മുത്തപ്പൻ തെയ്യം കഴിയുമ്പോൾ വേഗം കഴിയുന്നല്ലോ, പക്ഷെ പ്രസാദം എടുക്കാനാണ് കുറച്ച് സമയം വേണ്ടത്. മുത്തപ്പൻ ഇങ്ങനെ സംസാരിക്കും കുറേ, എന്നോടും സംസാരിച്ചിട്ടുണ്ടായിരുന്നു കുറേ. അപ്പോൾ ലോങ് വീഡിയോ എടുക്കാൻ പറ്റിയില്ല, ഷോർട്സ് ഇടും. മനുവേട്ടൻ്റെ കയ്യിലാണ് ഉള്ളത്. അപ്പോൾ ഇന്ന് ഇവള് കുറച്ച് ആൾക്കാരുടെ ഒന്നിച്ചൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവള് മാമാന്നാണ് പറഞ്ഞതെന്നാണ് നമുക്ക് തോന്നുന്നത്. അറിയില്ല എന്താന്ന്, ഇവള് അമ്മാന്നൊന്നും വിളിക്കലില്ല. അപ്പം മാമാന്നായിരിക്കും, അറിയില്ല എന്താ പറഞ്ഞതെന്ന്. അപ്പോൾ നമുക്കിങ്ങനെ തോന്നും അവളുടെ വായിൽ എന്താ വരുന്നതെന്ന് നമ്മളിങ്ങനെ നോക്കും. 1 രൂപയ്ക്ക് 2 ഇംലി കൊണ്ടുവരാൻ പറഞ്ഞതായിരുന്നു അമ്മി ഇവരോട്. പക്ഷെ ഇവർ 30 രൂപയ്ക്ക് കുറേ ഇംലി എടുത്തോണ്ട് വന്നിട്ടുണ്ടായിരുന്നു, ആ ഒരു പുളീൻ്റെ ജെല്ലി. പിന്നെ ഈ ഒരു പട്ടിക്കുഞ്ഞിനെ ഇവിടെ വളർത്താൻ വേണ്ടിയിട്ട് ഇവർ കൊണ്ടുവന്നതായിരുന്നു. അപ്പോൾ ഇതിനെ മുത്തപ്പനെ കാണിക്കുകയൊക്കെ ചെയ്തതായിരുന്നു നേരത്തെ. അപ്പോൾ ഇതിന് പേരിട്ടത് ഡോറ എന്നാണ്. നല്ല ക്യൂട്ടായിട്ടുണ്ട് കാണാൻ വേണ്ടിയിട്ട്, ചെറിയ പപ്പി. അപ്പോൾ കിയാരയ്ക്ക് അതിനെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇവരുടെ ഫോട്ടോ എടുത്തതാണ് ഞാൻ. ചില സമയത്ത് നമ്മളിങ്ങനെയാണ്, അറിയാതെ കരഞ്ഞു പോകും മുത്തപ്പൻ്റെ മുമ്പിൽ. മുത്തപ്പൻ ഓരോന്നിങ്ങനെ ചോദിക്കുമ്പോഴും പറയുമ്പോഴും ഒക്കെ കണ്ണ് നിറയും. പണ്ടൊക്കെ ഞാനും അങ്ങനെ ആയിരുന്നു. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. ഇപ്പം എനിക്ക് കരച്ചിൽ വരാറില്ല, ഞാൻ ചിരിക്കാറാണ് മുത്തപ്പൻ ഇങ്ങനെ ഓരോന്ന് പറയുമ്പോൾ. അപ്പോൾ ഇന്ന് ഇവിടെ കുറേ ആൾക്കാർ കരഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ന് എൻ്റെ കണ്ണും ഒന്ന് നിറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവരോടൊക്കെ ഓരോന്നിങ്ങനെ പറയുമ്പോൾ. അറിഞ്ഞാൽ പടവില്ലേ എന്നെ കിട്ടിയത് എത്ര കാലത്തിന് ശേഷം അറിയാം. എൻ്റെ നല്ലമ്മ പാടിക്കുറ്റിക്ക് മക്കളുണ്ടായില്ല. മക്കളില്ലാതിട്ട് കിരാതമൂർത്തിയോട് പ്രാർത്ഥിച്ചിട്ടാണ് 16 വർഷക്കാലം പൂർത്തീകരിച്ചിട്ടാണ് എൻ്റെ നല്ലമ്മ പാടിക്കുറ്റിക്ക്. നീയിപ്പോ എന്നാ പറഞ്ഞു, ഞാനെപ്പാ മുത്തപ്പ അമ്മയാവുന്നത് അല്ലേ? ജന്മദുഃഖം, ജരാദുഃഖം, സംസാരമേ സാഗരം ദുഃഖം, കടലോളം ദുഃഖങ്ങൾ എൻ്റെ മനസ്സിന് വേട്ടയാടുന്നു എന്നുള്ളത്. ഞാനിങ്ങനെ ഇവിടെ നിന്നിട്ട് ഓരോന്ന് ആലോചിക്കുന്നുണ്ടായതായിരുന്നു. എന്താണെന്ന് വെച്ചാൽ ഒരു അമ്മ ആവുക എന്നുള്ളത് അതെത്ര വലിയ ഭാഗ്യമാണെന്ന്. കാരണം ആ ഒരു ഭാഗ്യം എല്ലാവർക്കും കിട്ടിയെന്ന് വരില്ല. കാരണം ഈ ചേച്ചിക്ക് തന്നെ ഇപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് 15 വർഷമായി എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ മുത്തപ്പൻ പറഞ്ഞതായിരുന്നു മുത്തപ്പൻ്റെ അമ്മയ്ക്ക് കിട്ടുമ്പോഴും 16 വർഷമൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു.
അക്ഷരം പ്രതി നമിക്കുന്നതിന്റെ തമ്പുരാന്റെ കൊടവേന്ന ചാലത് ആരുടെ ശീലത്തിക്കൊണ്ട് ദൈവത്തിനൊക്കെ തുമ്പക്കെടുത്ത് പോലെ എന്റെ മുത്തപ്പനുണ്ടായി ചെയ്യാം പോരെ ഞാൻ അതല്ലേ പറഞ്ഞു ഞാൻ നിങ്ങളോട് ആടെ വന്നിട്ടെന്താ പറഞ്ഞു അല്ലേ ദ്വന്ദ്വദുഃഖം ജനാദുഃഖം എൻ്റെ വിധി മാത്രം ഇങ്ങനെ ആയിപ്പോയതെന്തേ മുത്തപ്പാന്ന് ഒന്നര വരെ തെരുവ് പാടിപ്പതിരിപ്പോൾ വഴിയിൽ രാജാവ് പുല്ലായിക്കുടിയും ആതിരക്കിയും വള്ളിത്തറയിൽ നിന്ന് പള്ളിപ്പൊടിയിൽ വാരിയെറിഞ്ഞ പ്രകാരം നാലുകാലൊരു ഈശ്വരൻ പിളക്കാൻ ശക്തി ഉണ്ടാക്കി തരണം ശനീശ്വരൻ എന്റെ പുരളി വര പാടുന്ന മുത്തപ്പനക്കൽ അതെ അല്ലേ ക്ഷീരം കുടിക്കാം അവരെ കൂടെ പാല് കുടിക്കാം എത്രപ്പുണ്ട എന്തിനാ ഇവരെ കൂട്ടിയെന്ന് അറിയാം ആ മാതൃത്വത്തിനും സമാനമാകുന്നു അല്ലേ വേണ്ടേ അല്ലേ അതെ അതെ ഇത് ഒന്നു മതി അല്ലേ കാമത്ത് അത്ര പോലെ അതെ എന്തിനാ നിങ്ങളുടെ കൈ കൊണ്ട് മക്കളൊന്നും അത്ര ഇതാരുടെ വീട് അതില് എന്റെ നാളികേരം നല്ല വെട്ടുള്ളത് ശുഭമായിട്ടുണ്ട് 4 വിധ ശുഭഭാഗം ശുഭാഗങ്ങളുണ്ട് അപ്പൊ അത് ചെയ്യുന്നറിയാം ഈ ദീപം കുറച്ച് താഴെയാണ് ഈ ദീപം കുറച്ച് ശിവസ് കുണിച്ചിട്ട് അനുഭവ ഫലമുള്ള ശിവസത്യം നിങ്ങളിവിടെ കാണാനുണ്ട് ഇതിനെ മുത്തപ്പുരത്ര പറഞ്ഞു തരുന്നത് തൊട്ട് കുടിക്കണ്ട അതെ ഇതെല്ലാം പറയുമ്പോൾ നല്ല വിളിച്ചു അല്ല ഇത്ര നേരം മുഖം കാണുന്നില്ല ഇല്ല ഇത് നേരെ ആക്കിയാൽ നല്ല വിളിച്ചിടാ പോരെ നീ എപ്പോ കണ്ട സ്വപ്നം അല്ലേ മക്കളെ വളരെ കർഷകർ എനിക്ക് തന്നു ഉദ്ദേശ കഴിക്കുന്നു എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല ഇത് എൻ്റെ തന്നെ വീണ്ടെന്നാണ് എന്നോട് ഇരിക്കുന്നത് അല്ലേ ഇത് നമ്മൾ തന്നെയാണ് മുത്തപ്പ വീണ്ടും നൽകിയിരിക്കുന്നത് നേരെ പോവാൻ നേരെ പോകാൻ അല്ലേ ഈ പൊടി വീണ്ടാന്ന് ചോദിക്കണമെങ്കിൽ ആരും അറിയുന്ന അല്ലേ അതിനെ കൊണ്ട് നടക്കാത്തത് എന്നാ ശങ്ക വന്നാലും അതാണ് അപ്പോൾ പരിപാലന ശരിയാണ് അതിന് അപ്പോൾ നിങ്ങൾ ഇപ്പം എന്നോട് ചോദിക്കുക അത് ദോഷമാണെന്ന് വെച്ചാൽ അല്ല നമ്മൾക്ക് ഏതിലും ഒരു കാര്യം ചെയ്യുമ്പോൾ അത്ര സൂക്ഷ്മം ഉണ്ടാകും ആ സൂക്ഷ്മം ഇല്ലെങ്കിൽ
അവര് പറഞ്ഞതുപോലെ പൊടി വീണ കടം പാലിൽ എന്ത് വീണാലും കടാവും ആകൂല്ലേ? അതെ. ഇപ്പൊ നിങ്ങൾക്ക് എന്റെ അടുത്ത് നിങ്ങളെ കള്ളക്കടി നടക്കില്ല. നേരെ കുടിക്കുന്നേ. നീ ഒന്നും കഴിച്ചിട്ടില്ല പറഞ്ഞു. ഇനി പറയുന്നത് പെട്ടെന്ന് പറഞ്ഞു നേരത്തെ. നിനക്ക് ആവുന്ന കെട്ടെടുത്തിട്ടില്ല നടക്കാൻ ആയില്ലേ? അതെ അല്ലേ? ഖാന്താനിക്ക് അല്ലേ ഗൗരവരാണ്. അതെ അന്ന് ആ പെറ്റമ്മ 101 മക്കളെ പെറ്റമ്മ കണ്ണു കുടിച്ച് പാത്രം കൊടുക്കേ. അത് കൈ കൊടുത്തു പതുക്കെ ആരും കൊണ്ടുപോകുന്നത്. സ്വയം എനക്കുത്ര പ്രായമാണ് എൻ്റെ ജീവിതം നല്ലതിന് വേണ്ടിയിട്ടാണ് പറഞ്ഞത് അല്ലേ? അതുകൊണ്ട് അങ്ങനെ നിശ്ചയിച്ചിട്ട് നിങ്ങളുടെ കാലം പ്രായം എല്ലാം നോക്കി നിങ്ങൾക്ക് തണല് ദൈവം നമുക്ക് വരാനും നിങ്ങളെ കിടാവ് ഏതാ നല്ല വൈദ്യരെടുത്ത് രോഗി ഉണ്ടാവില്ലേ? നിങ്ങൾ അസുഖം വന്ന ആരൊക്കെ ആരാ
നാളായിട്ട് തെയ്യം കണ്ടത്. നല്ല ക്ഷീണമുണ്ട്. ഇപ്പം സമയം 6:30 ആയി. ഇപ്പോഴാണ് കഴിഞ്ഞത്. ഇവൾ ഇത്രയും സമയം ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ടാറ്റ ബൈ ബൈ.